പലപ്പോഴും നമ്മൾ കാറിലോട്ട് പിച്ച് വെച്ച് വരുമ്പോഴത്തേക്കും നമുക്കൊരു സെഡാൻ അല്ലെങ്കിൽ പെർഫോമൻസ് കാർ വേണമെന്ന് ആഗ്രഹം വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ ഒട്ടും കൈ പൊള്ളാത്തൊരു ഓപ്ഷനാണ് ഹോണ്ട സിറ്റിയുടെ ടൈപ്പ് 2 അല്ലെ ടൈപ്പ് 1. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഒരു ഹോണ്ടയുടെ കറക്റ്റ് ജാപ്പനീസ് ക്വാളിറ്റിയാണ് ഈ കാറിൽ മൊത്തത്തിൽ കാണാൻ പറ്റുന്നത്. എൻജിൻ എന്ന് പറയുന്ന സാധനത്തിനാണ് ഒരു പണിയും. നമ്മൾ എങ്ങനെയൊക്കെ ഓടിച്ചാലും ക്ലച്ചും പോകത്തില്ല. ക്ലച്ചാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ കാർ പോലെ സിലിണ്ടറൊന്നുമില്ല, ഹൈഡ്രോളിക് ക്ലച്ചല്ല, വെറും കേബിളാണ്. അപ്പോൾ ക്ലച്ച് പൊട്ടിപ്പോണേ അപ്പോൾ 550 രൂപ കേബിൾ മാറിയിട്ടാൽ വണ്ടി പിന്നെയും പക്കയാണ്. പിന്നെ 1.3 എൻ്റെ കയ്യിലുണ്ടായത് 1.3 ആണ്, ഹൈപ്പർ 16 വാൽവ്. അതിന് എനിക്ക് ഓൾമോസ്റ്റ് 17-18 മൈലേജ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മൈലേജിൻ്റെ കാര്യത്തിലും 1.3 കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. മൈലേജും പെർഫോമൻസും ഓൾമോസ്റ്റ് ഓക്കെയാണ്, ഒരു പ്രശ്നം അതിനകത്തില്ല. പിന്നെ 1.5 ആണെങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, എൻ്റെ കയ്യിലുള്ള 1.3 ആയിരുന്നു. 1.5നും തെറ്റില്ലാത്ത മൈലേജ് ഉണ്ടായിരുന്നാണ് ഞാൻ കേട്ടുള്ളത്. പിന്നെ ഇതിലും കുറച്ചുകൂടെ ബഡ്ജറ്റ് കൂട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം ഒക്കെ ആവുകയാണെങ്കിൽ വീടെക്ക് കിട്ടും. വീടെക്ക് വേറെ ലെവൽ പെർഫോമൻസ് ആണ്, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ഈ ഒരു മോഡലിലുണ്ടാകുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കംപ്ലയിൻസ്, അല്ലെങ്കിൽ എനിക്ക് വന്നിട്ടുള്ള കംപ്ലയിൻസ് എന്ന് വെച്ചാൽ പവർ സ്റ്റിയറിംഗിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം പവർ സ്റ്റിയറിംഗ്സ് കുറേ ഓടിയ വണ്ടി ആയിരിക്കുമല്ലോ നമ്മൾ മേടിക്കുന്നത്. ഇതൊന്നും ലോ കിലോമീറ്റർ ഓടിയേ കിട്ടാൻ ചാൻസ് വരും. 2-3 ലക്ഷം കിലോമീറ്റർ ഓടിയായിരിക്കും. മീറ്ററിൽ ചിലപ്പോൾ 1 ലക്ഷമൊക്കെ ആയിരിക്കുമെങ്കിലും ഒരു 2-3 ലക്ഷം കിലോമീറ്റർ ഓടിയായിരിക്കും. അതിൻ്റെതായ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് വരത്തില്ല. ചിലപ്പോൾ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഫ്ലൂയിഡൊക്കെ ലീക്കാകാൻ തുടങ്ങി കാണും. എൻ്റെ ലീക്കായിട്ട് പോലും എനിക്കൊരു പ്രശ്നമായിട്ടില്ലത്. പിന്നെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഓടിച്ചിട്ട് വളച്ചിട്ട് എടുക്കുമ്പോഴത്തേക്കും ചെറിയ ആക്സിലിൻ്റെ നോയ്സ് ഉണ്ടോ എന്ന് നോക്കണം. കാരണം ആക്സിൽ നോയ്സ് ഈ മോഡൽ കുറച്ച് കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ നോക്കേണ്ടതെന്ന് വെച്ചാൽ എഞ്ചിനകത്ത് സ്ലഡ്ജ് ഉണ്ടോ എന്ന് നോക്കണം. എഞ്ചിൻ്റെ ക്യാപ്പ് ഊരിയിട്ട് അതിനകത്തോട്ട് ടോർച്ചടിച്ച് നോക്കുന്നത് എഞ്ചിനകത്ത് സ്ലഡ്ജ് ഉണ്ടെങ്കിൽ ആ വണ്ടി പൂർലി മെയിൻറ്റൈൻഡ് ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെയുള്ള കാറും എടുക്കല്. വേറൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റും. 1 ലാഖിൽ താഴെ ഇത്ര നല്ലൊരു സെഡാൻ വേറെ കിട്ടത്തില്ല. ഞാൻ പേഴ്സണലി ഒരു 5 വർഷത്തോളം ഉപയോഗിച്ചിട്ട് എനിക്ക് വർക്ക്ഷോപ്പിൽ കയറേണ്ടേ വരാത്തൊരു സെഡാനാണ്. ഞാൻ മേടിച്ചത് വലിയ മെയിൻറ്റൈൻഡ് ഒന്നുമില്ല, അത്യാവശ്യം അലച്ചൊടിച്ചൊരു ഒരു പിള്ളേരുടെ സെറ്റിൻ്റെ കയ്യിലിരുന്ന കാറാണ് ഞാൻ എടുത്തത്. എന്നിട്ട് പോലും ഇപ്പോഴത്തെ പുതിയ കാറുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പണിയൊന്നും ഈ കാറിനുണ്ടായിട്ടില്ല. ഏത് രാത്രിയിൽ നമുക്ക് എവിടെ വേണേലും പോകാം. ഒറ്റ നിപ്പിൽ ഈ ബാംഗ്ലൂരോ മൈസൂരോ എവിടെ വേണേലും പോകാം. അതുപോലെ എഞ്ചിൻ റിലയബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഹോണ്ട സിറ്റി ടൈപ്പ് 1 ടൈപ്പ് 2 നിങ്ങൾക്ക് 1 ലാഖിൽ താഴോട്ടാണ് ബഡ്ജറ്റെങ്കിൽ നല്ലൊരു മോഡൽ കിട്ടുവാണെങ്കിൽ കണ്ണും പൂട്ടിയെടുത്തു. നിങ്ങൾക്ക് ആകെപ്പാടെ വർഷം രജിസ്ട്രേഷൻ ചെയ്യുന്ന കാശ് മാത്രമേ വരത്തുള്ളൂ. വണ്ടി കണ്ണും പൂട്ടി കിടന്ന് ഓടിക്കോളും. ആകെപ്പാടെ പിന്നീട് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബോഡി ക്വാളിറ്റി കുറച്ച് കുറവാണ്. സോ എല്ലാ ജപ്പാൻ കാറുകളെ പോലത്തെ അതൊരു ഡ്രോബാക്ക് ആയിട്ട് പറയാൻ വേണമെങ്കിൽ ബോഡി ക്വാളിറ്റി കുറവാണ്. അതുകൊണ്ട് ഇടി തട്ട് മുട്ടൊക്കെ ഉണ്ടായിട്ട് പാച്ച് വർക്കൊക്കെ ചെയ്ത കാറാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചിട്ടൊക്കെ എടുത്താൽ മതി. പിന്നെ എഞ്ചിൻ്റെ ആ സൈഡ് മൊത്തം റെസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അത് കോമൺ ആയിട്ട് ഈ മോഡലിൽ കാണുന്നതാണ് റെസ്റ്റ്. അങ്ങനെ റെസ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ ഒന്നില്ല ബാർഗെയിൻ ചെയ്ത് മേടിക്കണം, അല്ലെങ്കിൽ അവരോട് പറഞ്ഞ് മേടിക്കണം. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ